ഇപ്പോൾ എൻ വാസുവിനെ റാന്നി പത്തനംതിട്ട കോടതിയിൽ എത്തിച്ചതിൽ ഇതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൽ പ്രേക്ഷകർക്ക് കാണാം. എൻ വാസുവിനെ സ്വർണ്ണക്കൊള്ള കേസിൽ മൂന്നാം പ്രതിയായ എൻ വാസുവിനെ ഇപ്പോൾ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കാനായി എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2 ദിവസമായി നടന്ന ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ എൻ വാസുവിനെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ എൻ വാസുവിനെ പത്തനംതിട്ട കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നേരത്തെ റാന്നിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവിടെ മജിസ്ട്രേറ്റിന്റെ അഭാവം മൂലം പത്തനംതിട്ടയിലേക്ക് മാറ്റുകയായിരുന്നു അല്ലേ? സുജയ, അല്പസമയം മുമ്പ് പത്തനംതിട്ട കോടതിയിലേക്ക് എൻ വാസുവിനെ എത്തിച്ചു. വലിയ സുരക്ഷയോടുകൂടിയാണ് SIT പത്തനംതിട്ട കോടതിയിലേക്ക് എൻ വാസുവിനെ എത്തിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് വാസുവിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപക്ഷേ ഇന്നിപ്പോൾ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകുമോ എന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല. അല്പസമയം തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതാണ്. നേരത്തെ തന്നെ ഈ എൻ വാസുവിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയായിരുന്നു. അതിന്റെ ഒടുവിലാണ് SIT അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം പത്തനംതിട്ട കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ ഒരു FIR-ൽ അന്ന് രജിസ്റ്റർ ചെയ്ത FIR-ൽ കൃത്യമായും മൂന്നാം പ്രതിസ്ഥാനത്താണ് എൻ വാസു ഉള്ളത്. അത് കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് അത് സ്വർണം എന്നതിന് പകരം ചെമ്പ് എന്ന് രേഖപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ എൻ വാസുവിന് കൃത്യമായിട്ടുള്ള പങ്ക് ഉണ്ട് എന്ന് ഈ ഒരു ചോദ്യം ചെയ്യലിൽ SITക്ക് ബോധ്യമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അറസ്റ്റിലേക്ക് പോയതും ഇപ്പോൾ പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കിയിരിക്കുന്നതും. സുജയ, ഇപ്പോൾ എൻ വാസുവിനെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. റാന്നി കോടതി ഇന്ന് അവധിയായതുകൊണ്ട്, മജിസ്ട്രേറ്റ് അവധിയായതുകൊണ്ടാണ് പത്തനംതിട്ട കോടതിയിലേക്ക് കൊണ്ടുവന്നത്. പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം കമ്മീഷണറായ എൻ വാസുവാണ്. CPM സഹയാത്രികനായിരുന്നു. സ്വർണം ചെമ്പാക്കി എഴുതിയ ആളാണ്. സ്വർണം ചെമ്പെന്ന് എഴുതിയ ആളാണ്. പക്ഷേ എൻ വാസുവിന് അഭിഭാഷകരുടെ ഇടയിലൊക്കെ വലിയ ഒരു പേരുള്ള ആളാണ്. എൻ വാസു അവസാന നിമിഷം വരെയും ആത്മവിശ്വാസമുണ്ടായിരുന്നു. ആദ്യഘട്ടം SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. പക്ഷേ അപ്പോഴും എൻ വാസുവിനുള്ള ആത്മവിശ്വാസം താൻ ചട്ടപ്രകാരം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. നമ്മളോട് ആദ്യം എൻ വാസു പ്രതികരിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 12-ാം തീയതി നമ്മളോട് പ്രതികരിക്കുന്ന സമയത്ത് എൻ വാസു പറഞ്ഞത് താൻ ചട്ടപ്രകാരം കമ്മീഷണർക്ക് ഒരു കത്ത് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. എന്നാൽ നിർണായകമായ എൻ വാസു എഴുതിയ കത്ത് SIT കണ്ടെത്തിയതോടു കൂടിയാണ് എൻ വാസുവിന് കുരുക്ക് മുറുകി. 2019 മാർച്ചിൽ എഴുതിയ കത്ത് എൻ വാസുവിന് കുരുക്കാവുകയാണ്. ദേവസ്വം കമ്മീഷണർ എന്ന നിലയിൽ സ്വർണ്ണപ്പാളി മാറ്റി ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയ ആ കത്ത് എൻ വാസുവിന് തിരിച്ചടിയാകുന്നു. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, കോടതിയിൽ എൻ വാസുവിനെ ഹാജരാക്കുമ്പോൾ വലിയ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ കാണാം. ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോവുകയായിരിക്കുമോ? അതേ സുജയ, വലിയ സുരക്ഷയോടുകൂടി തന്നെയാണ് എൻ വാസുവിനെ ഇന്ന് പത്തനംതിട്ട കോടതിയിലേക്ക് എത്തിച്ചത്. നാം ആ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചതാണ്. ചുറ്റിലും പോലീസിന്റെ ഒരു സംരക്ഷണ വലയം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ സുരക്ഷയോടുകൂടി ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണം എവിടെ പോയി എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു സംശയമൊക്കെ ആയി വന്നത്. അന്നും എൻ വാസു എന്ന് പറഞ്ഞിരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ദ്വാരപാലക ശില്പപാളികളിൽ അത് സ്വർണം പൊതിഞ്ഞതോ അല്ലെങ്കിൽ സ്വർണ്ണ പൂച്ചതുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് അന്ന് തീയതികൾ സഹിതമൊക്കെ എൻ വാസു വ്യക്തമാക്കിയിരുന്നത്. പക്ഷെ പിന്നീടാണ് അതിന്റെ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും അത് പിന്നീട് ഈ കട്ടിളപ്പാളി വിഷയത്തിലേക്ക് എത്തിച്ചേരുന്നു. കട്ടിളപ്പാളി വിഷയം അന്ന് കട്ടിളപ്പാളിയിൽ അത് ഇളക്കി അത് ചെമ്പുപാളി എന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി അതിനുശേഷം അത് സ്വർണ്ണം പൂച്ചുന്നതിനായി കൊടുത്തുവിട്ടപ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്നു എൻ വാസു. പക്ഷേ ഈ ഒരു ശബരിമല വിഷയത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ കട്ടിളപ്പാളി വിഷയം ഉയർന്നു വന്നിരുന്നില്ല. പകരം ആദ്യം വന്നത് ദ്വാരപാലക ശില്പപാളികളായിരുന്നു. അന്ന് അദ്ദേഹം ചില ന്യായങ്ങളൊക്കെ എൻ വാസു പറഞ്ഞിരുന്നു. തീയതികളിൽ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചത്. പിന്നീട് ദേവസ്വം ബോർഡിലെ ഓരോ ഉദ്യോഗസ്ഥർ സഹിതം അറസ്റ്റിലാവുകയും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് SIT പോകുമൊക്കെ ചെയ്തപ്പോഴാണ് എൻ വാസുവിലേക്ക് കൂടി ഈ കട്ടിളപ്പാളി വിഷയത്തിൽ SIT എത്തിയത്. നമുക്കറിയാൻ കഴിയുന്നത്, നേരത്തെ അറസ്റ്റിലായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഈ ചെമ്പ് പാളി എന്ന് എങ്ങനെ രേഖപ്പെടുത്തി എന്നതിന്റെ ആ ഒരു വിശദാംശങ്ങൾ ഉറപ്പായും SITക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ എൻ വാസുവിന് പങ്കുണ്ട് എന്ന് ആ ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ മൊഴി നൽകാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് ഇനി ഹൈക്കോടതിയിൽ ഇതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ടൊക്കെ പോയി അതൊക്കെ പുറത്തു വരുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.